ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഒരു Q&A പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അത്യാവശ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ ക്വസ്റ്റ്യൻസ് ആൻസർ തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഞാനിവിടെ ഒരു ബുക്കിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ പറയാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള ഡ്രസ്സെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇഷ്ടമുള്ള ഡ്രസ്സ് എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ ഏത് കിട്ടിയാലും ഞാൻ അതുകൊണ്ട് തൃപ്തിപ്പെടും. എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ട ഡ്രസ്സൊന്നുമില്ല, എനിക്കെല്ലാം ഇഷ്ടമാണ്. അതാണ് അതിൻ്റെ ഇത്. പിന്നെ ആരെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ്. എൻ്റെ അത്തായെ ഇഷ്ടമാണ്, അമ്മ ഇഷ്ടമാണ്, അനിയനെ ഇഷ്ടമാണ്, എൻ്റെ അമ്മയുടെ അമ്മ ഇഷ്ടമാണ്, എല്ലാവരും ഇഷ്ടമാണ്. എനിക്ക് പൊതുവെ പേഴ്സണലി എല്ലാവരും ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് ഒരാളെ ആയിട്ട് എനിക്കെടുത്ത് പറയാനില്ല, എല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചോദിച്ചത് ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര് ഇട്ടിട്ട് പോയിട്ടുണ്ട്, കുറേ പേര് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നും എടുത്ത് പറയാൻ പറ്റുന്നില്ല. കാരണം ഇപ്പോൾ ഓൾറെഡി കുറച്ചധികം ബെസ്റ്റ് ഫ്രണ്ട്സ് എനിക്കുണ്ട്, നല്ലപോലെ കൂടെ നിൽക്കുന്നത്. കുറേ പേര് ചതിച്ചിട്ടും ഞാൻ കൂടുതൽ ചാൻസ് കൊടുത്തിട്ടുമുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് പേര് എൻ്റെ ലൈഫിലുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും മറക്കാനൊന്നും പറ്റത്തില്ല. അപ്പം എന്തായാലും എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. അതിൽ കുറേ പേരുണ്ട്, എനിക്കങ്ങനെ പേരെടുത്ത് പറയാൻ പറ്റത്തില്ല, അങ്ങനെ കുറേ പേരുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഫേവറേറ്റ് കളർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഡാർക്ക് ഗ്രീനാണ് ഇഷ്ടം. ഈ ഷാൾ എടുക്കാൻ പോയ ഒരു കഥയുണ്ട്. ഇതിന് ഡാർക്ക് ഗ്രീൻ എടുക്കാനാണ് പോയി, പക്ഷേ ഡാർക്ക് ഗ്രീൻ ഇല്ലായിരുന്നു, അങ്ങനെ ലൈറ്റ് ഗ്രീനാണ് കിട്ടിയ ഒരുമാതിരി. അപ്പം അങ്ങനെയാണ് എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, പേഴ്സണലി എനിക്ക് ഡാർക്ക് ഗ്രീനാണ് ഇഷ്ടം. അപ്പം അതുകൊണ്ട് ഫേവറേറ്റ് കളറ് അതാണ്. പിന്നെ ഫേവറേറ്റ് ഫുഡ് എന്താണെന്ന് വെച്ചാൽ ഫേവറേറ്റ് ഫുഡും അങ്ങനെ എനിക്കൊന്നുമില്ല. എനിക്ക് എന്ത് കിട്ടിയാലും എനിക്കങ്ങനെ എനിക്കത് വേണം ഇത് വേണമെന്ന് വാശി വെക്കുന്ന ഒരാളല്ല. എനിക്കെന്ത് കിട്ടിയാലും ഞാനത് ചെയ്യും. പിന്നെ എന്തുകൊണ്ട് ചാനൽ തുടങ്ങി എന്ന് പറഞ്ഞാൽ എനിക്ക് ചാനൽ തുടങ്ങാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നി എനിക്ക് ഇതേപോലെ ഒരു യൂട്യൂബ് ചാനൽ വേണം, എനിക്കത് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തുടങ്ങിയതാണ്. എന്നെ കുറേ പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്യാത്തവരും എല്ലാം ഉണ്ട്. എൻ്റെ വീട്ടുകാർ പോലും എന്നെ സപ്പോർട്ട് ചെയ്യാതിരുന്ന് എനിക്ക് ഇത്രയും ഇങ്ങനെ ഒരു ഇതായതിനു ശേഷമാണ് അവർ എന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്. അതിനോട് എനിക്ക് പേഴ്സണലി ഒത്തിരി താങ്ക്സ് ഉണ്ട്. എല്ലാവരുടെ അടുത്തും കുറേ പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 4 പേരാണ് ഞാൻ എൻ്റെ വീട്ടിൽ. അപ്പം അത്ത ഉണ്ട്, അമ്മ ഉണ്ട്, അനിയനുണ്ട്, ഞാനുണ്ട്, 4 പേരാണ്. എൻ്റെ നെയിം എന്താണെന്ന് വെച്ചിട്ടുണ്ട്, എൻ്റെ നെയിം സഫ്ന ഫാത്തിമ എന്നാണ്. വീട്ടിലും ആളെന്ന് വിളിക്കും. പിന്നെ സിബിലിംഗ് ഉണ്ട്, എനിക്കൊരു അനിയനുണ്ട് കേട്ടോ. പിന്നെ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു ട്രോമ എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ കള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയൊരു അബദ്ധം കൊണ്ട് കള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് എൻ്റെ മനസ്സിൽ കെട്ടി ഇങ്ങനെ ചുറ്റി നടക്കുകയാണ്. അപ്പോൾ അതെനിക്ക് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. അതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ട്രോമ എന്ന് പറയുന്നത്. പിന്നെ ലൈഫിൽ എന്ത് നേടിയെന്ന് പറഞ്ഞാൽ ഇതുവരെയായിട്ടൊന്നും നേടിയിട്ടില്ല. എന്ത് നേടിയെന്ന് വെച്ചാൽ ഒന്നും നേടിയിട്ടില്ല. ഇനി നേടാൻ കിടക്കുന്നതേ ഉള്ളൂ, ഞാൻ ഇതുവരെയായിട്ടും ഒന്നും നേടിയിട്ടില്ല. പിന്നെ ഈദ് എങ്ങനെ ഉണ്ടായിരുന്നു? ഈദ് നല്ല പൊള്ളിയായിട്ട് പോയി ഗൈസ്. കാരണം എന്നത്തേനെക്കാട്ടിലും നല്ല പോലെ പോയി. ഞങ്ങളങ്ങനെ ഈ കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഞങ്ങളങ്ങനെ കറങ്ങാനൊന്നും പോകത്തില്ലായിരുന്നു, അപ്പോൾ നമുക്ക് ഉള്ളത് വെച്ച് ഇങ്ങനെയാണ്. പക്ഷേ ഈ പെരുന്നാളെന്ന് പറയുന്നത് ഞങ്ങൾ സിനിമ കാണാൻ പോയി, ആട് 3 കാണാൻ പോയി, പിന്നെ നമ്മൾ വെള്ളച്ചാട്ടത്തിൽ അടവിയിലൊക്കെ പോയി. അപ്പോൾ അതുകൊണ്ടും എല്ലാം കൊണ്ടും ഞങ്ങൾ ഈ ഒരു പെരുന്നാൾ നല്ല ഹാപ്പി ആയിട്ട് പോകുന്നത് എന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ പെരുന്നാൾ. ഡ്രസ്സ് എടുത്തു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ എടുത്തു കേട്ടോ, നമുക്ക് എല്ലാവർക്കും ഡ്രസ്സ് എടുത്തു. പിന്നെ അജീന അജീർ എന്ന് പറയുന്ന ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹായ് അജീന. അപ്പം എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരാളാണ് ഈ അജീന അജീർ എന്ന് പറയുന്നത്. അപ്പം അജീനയ്ക്ക് ഹായ്. പിന്നെ ചാനൽ വിമർശനം നേരിട്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെയായിട്ടും ചാനൽ വിമർശനം നേരിട്ടിട്ടില്ല. 1K സബ്സ്ക്രൈബേഴ്സ് പുറത്ത് പോയിട്ടുണ്ട്. നമുക്ക് 1.64K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പം ഇതുവരെയായിട്ടും എനിക്ക് മാഷാഅല്ലാഹ് ഇതുവരെയായിട്ടും ഒരു വിമർശനവും വന്നിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടാവാതെ ഇരിക്കട്ടെ. പിന്നെന്താ, ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന്. ചാനൽ ഇൻഷാ അല്ലാഹ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത്. അപ്പം ഞാനത് മുന്നോട്ട് കൊണ്ടുവരാനാണ് താല്പര്യം.
പിന്നെ ലൈവ് ഇടാറുണ്ടോ ഈ ചാനലിൽ, ഇനി ഇടുമോ എന്ന്. ലൈവ് ഇടാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ മൈസൂർ ഞങ്ങൾ 10ാം ക്ലാസ്സിന് ടൂർ പോയപ്പോൾ കർണാടകയിൽ അവിടെ ടൂർ പോയപ്പോൾ ഞാൻ ഒറ്റ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ DJ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ലൈവിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് ഈ ഫസ്റ്റ് ലൈവ്. പിന്നെ എനിക്കിപ്പോൾ 10ാം ക്ലാസ്സിൽ SSLC നടക്കുവാണ് എക്സാം. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഇതൊക്കെ എടുക്കുന്നത്. അപ്പം ഈ 30-ാം തീയതി പരീക്ഷ എക്സാം കഴിയുവാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഞാൻ ലൈവ് ഇടാറും എല്ലാം തുടങ്ങും. അപ്പം ലൈവ് അതിൻ്റെ കാര്യത്തിൽ തിരിഞ്ഞിടും. പിന്നെ ചോദിക്കുന്നത് പുതിയ ചാനൽ തുടങ്ങുന്നവരുടെ എന്താണ് പറയാനുള്ളത്. പുതിയ ചാനൽ തുടങ്ങുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് നിങ്ങൾ മുന്നോട്ട് കൊണ്ട്, മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നിങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകത്തില്ല. ഇപ്പം എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ അടുത്ത് അവർക്ക് ചാനൽ തുടങ്ങാൻ ആഗ്രഹമായിരിക്കും, എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇപ്പം ഞാൻ ചെന്ന് അവരുടെ അടുത്ത് പറയാം അത് തുടങ്ങരുത്, അത് നിന്നെക്കൊണ്ട് പറ്റത്തില്ല, നീ അത് തുടങ്ങരുത് എന്നൊക്കെ ഇങ്ങനെ പറയുവാണെങ്കിൽ അവരുടെ ആഗ്രഹം അവിടെ നിലച്ച് പോവാണ്. നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് നിങ്ങൾ ചെയ്യുക, ഇല്ല നമ്മൾ ലൈഫ് സക്സസ് ആവത്തില്ല. അപ്പം നമ്മൾ ഒരാഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളത് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നമുക്കാണ് നഷ്ടം, അവർക്ക് ഒരിക്കലും നഷ്ടമാകത്തില്ല. അപ്പം നിങ്ങൾക്ക് ചാനൽ തുടങ്ങാനാണോ അതോ നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് നിങ്ങൾ ചെയ്യുക, തെറ്റെന്ന് തോന്നുന്നത് നിങ്ങൾ ചെയ്യാതിരിക്കും. അപ്പം അതാണ്. പിന്നെ എവിടെ പഠിക്കുന്നത്? ഞാൻ പത്തനംതിട്ട കോന്നിയിൽ റിപ്പബ്ലിക്കൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇപ്പോൾ SSLC നടന്നുകൊണ്ടിരിക്കുകയാണ്. SSLCക്ക് പഠിക്കുന്നത് എല്ലാവർക്കും നിങ്ങൾ പ്രാർത്ഥിക്കുക, ഫുൾ A+ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ +1 +2 5 തൊട്ട് 9 വരെയുള്ള ബാക്കി അതിനു മുമ്പുള്ള ക്ലാസ്സുകൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. പിന്നെ നോമ്പെടുത്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 25 നോമ്പെടുത്തിട്ടുണ്ടായിരുന്നു. 5 നോമ്പ് എങ്ങനെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പനിയും ശ്വാസമുട്ടലുമായിട്ട് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അങ്ങനെ എനിക്ക് ഒട്ടും വയ്യ, ഞാൻ 5 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അങ്ങനെ എനിക്ക് 5 നോമ്പ് പോയി, ബാക്കി 25 നോമ്പ് ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അബീനെക്കുറിച്ച് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവി എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാൻ അങ്ങനെ എനിക്കെന്തോ പറയാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് അവളുടെ അടുത്തുണ്ട്. ഈ ചാനൽ നേരത്തെ ഒരു ഫാൻ ഗേൾ ചാനലായിരുന്നു. അതിന് മുമ്പ് എനിക്ക്, അതായത് അതിന് മുമ്പേ എനിക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളങ്ങനെ ഭയങ്കര കമ്പനിയൊക്കെ ആയിരുന്നു. ഇപ്പോഴും ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുവന്നുണ്ട്. പക്ഷേ എൻ്റെ ഏജ് അല്ല അവൾ 6ലാണ് പഠിക്കുന്നത് ഇപ്പം. അപ്പം അതെങ്ങനെ എനിക്കറിയത്തില്ല, എന്നെ അത്ര ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് എനിക്കറിയത്തില്ല. ഇപ്പോഴും എൻ്റെ അടുത്ത് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം അബി എക്സ്പെഷ്യലി താങ്ക്സ് ഇത്ര സപ്പോർട്ട് ചെയ്യുന്നതിന്. അപ്പോൾ അബിക്ക് ഹായ്. അപ്പം അബിയുടെ കാര്യം. പിന്നെ സിബിലിംഗ് എത്രയിലാണ് പഠിക്കുന്നത്? എൻ്റെ സിബിലിംഗ് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ 8ലാണ് പഠിക്കുന്നത്. സിബിലിങ്ങിൻ്റെ പേരെന്താണ്? യാസിൻ മുബാറക് എന്നാണ് സിബിലിങ്ങിൻ്റെ പേര്. പിന്നെ ചോദിച്ചാൽ ഞാൻ എത്രയിലാണ്? ഞാൻ 10ലാണ് പഠിക്കുന്നത്. പിന്നെ ഹോം ടൂർ ഇടാവുമെന്ന്. മാഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് ഇടാം. നമ്മളിപ്പം അതിനുള്ള സാഹചര്യത്തിൽ അല്ല. അപ്പം എന്തായാലും ഹോം ടൂർ ഉടനെ വരുന്നതായിരിക്കും. പിന്നെ അച്ഛൻ ജോബ് എന്ന് പറഞ്ഞാൽ അമ്മ ടൈലറിങ് ആണ്, തയ്യൽ. ഇപ്പോൾ കോളേജിലും കൂടെ പോകുന്നുണ്ട്. അച്ഛൻ്റെ ജോബ് എന്ന് പറഞ്ഞാൽ ഫിഷ് ഡെലിവറിയാണ്. അതിൻ്റെ കൂടെ ഓട്ടോയും ഓടുന്നുണ്ട്. അപ്പോൾ അതാണ് അവരുടെ ജോബ്. ഫ്യൂച്ചർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എനിക്കൊരു ഡോക്ടറാവണം, പീഡിയാട്രിക് ഡോക്ടർ. കുഞ്ഞുങ്ങളെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം അത് വെച്ചിട്ട് എനിക്കൊരു ഡോക്ടറാവണമെന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുക അതിന്. പിന്നെ വലുതാവുമ്പം എനിക്കൊരു സ്വന്തം കളി നിൽക്കാൻ പറ്റണം, ആരെ ആശ്രയിച്ച് നിൽക്കാതെ എനിക്ക് അവരെ നോക്കണം എന്നുള്ള രീതിയിൽ. ആരെയാണെങ്കിലും, ഇപ്പം എൻ്റെ ഫാമിലി ആണെങ്കിലും അല്ലാത്തവരാണെങ്കിലും എനിക്ക് സ്വന്തം കാലിൽ നിന്ന് അവരുടെ കാര്യങ്ങൾ നോക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതാണ് ഫ്യൂച്ചർ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പം ഇനി നിങ്ങൾക്ക് Q&A വേണമെന്നവരുണ്ട്. ഞാൻ ഒരു ഇടയ്ക്ക് ഞാൻ പോസ്റ്റ് ഇടാം. അപ്പം നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങളത് പറയുക. അപ്പം ഇന്നത്തെ ഇത്രയേ ഉള്ളൂ Q&A എന്ന് പറഞ്ഞാൽ. കുറച്ച് ക്വസ്റ്റ്യൻസ് എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.